4 വർഷ ബിരുദ കോഴ്സുകൾക്കായുള്ള കെറിപ്പ് സോഫ്റ്റ്വെയർ നിർമ്മിച്ച കമ്പനി കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടെന്ന ആരോപണം. മാർക്ക് ലിസ്റ്റ് ക്രമക്കേട് മൂലം മഹാരാഷ്ട്രയിലെ സർവകലാശാലകൾ അയോഗ്യരാക്കിയ MKCL എന്ന കമ്പനിയാണ് സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ വ്യക്തിവിവരങ്ങൾ സുരക്ഷിതമല്ലെന്നും വിശ്വാസ്യതയുള്ള സ്ഥാപനത്തിന് ചുമതല നൽകണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനാണ് പരാതി നൽകിയത്. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളും ഒരു കുടക്കീഴിലെന്ന ആശയം മുന്നോട്ട് വെച്ചാണ് കെറിപ്പ് സോഫ്റ്റ്വെയർ സർക്കാർ അവതരിപ്പിച്ചത്. വിദ്യാർത്ഥി പ്രവേശനം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം വരെ സോഫ്റ്റ്വെയർ മുഖേന നടത്താമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ യാതൊരു സുരക്ഷയുമില്ലാതെ സോഫ്റ്റ്വെയർ വഴി വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കൈമാറുന്നു എന്നാണ് പരാതി. മഹാരാഷ്ട്രയിലെ വിവിധ സർവകലാശാലകൾ നേരത്തെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ മഹാരാഷ്ട്ര നോളജ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് സോഫ്റ്റ്വെയറിന് ചുക്കാൻ പിടിക്കുന്നത്. മാർക്ക് ലിസ്റ്റിലടക്കം ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അന്ന് കമ്പനിക്കെതിരെ നടപടിയുണ്ടായത്. IIT ചെന്നൈ, സർക്കാർ സംവിധാനമായ സീഡിറ്റ് എന്നിവയെ മറികടന്ന് ടെൻഡറിൽ പങ്കെടുക്കാത്ത MKCLന് അസാപ്പിന്റെ പ്രൊവൈഡർ എന്ന നിലയ്ക്ക് മാത്രം കരാർ നൽകിയത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. IT നിയമപ്രകാരം എഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടത് സർവകലാശാലകളും IT കമ്പനി നേരിട്ടാണ്. ഇടനിലക്കാരൻ പാടില്ല. ഈ സാഹചര്യത്തിൽ കെറിപ്പ് എന്ന് പറയുന്ന ഈ ഡേറ്റ തട്ടിപ്പിലൂടെ ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്ന ഈ തീരുമാനം അടിയന്തരമായി പുനഃപരിശോധിക്കണം. സർവകലാശാലയ്ക്ക് പുറത്തുള്ള ഏജൻസിക്ക് വിദ്യാർത്ഥികളുടെ രേഖകൾ കൈമാറിയതിൽ കേരള സർവകലാശാലയ്ക്കും ആശങ്കയുണ്ട്. രഹസ്യാത്മകത പാലിക്കേണ്ട വിവരങ്ങൾ കൈമാറുന്നത് IT ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് വൈസ് ചാൻസലർ നിയോഗിച്ച വിദഗ്ധ സമിതി നിർദ്ദേശിക്കുന്നു. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.